കത്തോലിക്ക സഭയിൽ ദമ്പതികളായ വിശുദ്ധരെ ഒന്നിച്ചു വണങ്ങുന്നത് വിശ്വാസികൾക്കെന്നും ഊർജ്ജം നൽകുന്ന ഒന്നാണ്. 2015 വിശുദ്ധ ലൂയിസ് മാർട്ടിനെയും വിശുദ്ധ സെലി മാർട്ടിനെയും ഒന്നിച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചപ്പോൾ ആഗോള സഭ അത് ആഘോഷമാക്കിയിരുന്നു. എന്നാൽ സഭയുടെ ചരിത്രത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ദാമ്പത്യത്തിന്റെ വിശുദ്ധി ഒരൊറ്റ മാസം കൊണ്ട് ജീവൻ നൽകി തെളിയിച്ച നവദമ്പതികളാണ് വിശുദ്ധ തിമോത്തിയോസും വിശുദ്ധ മൗറയും. ക്രിസ്തുവർഷം 286 ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരമായ ക്രിസ്തീയ വിരുദ്ധ പീഡനകാലത്ത് ഈജിപ്തിലാണ് ലോകത്തെ നടുക്കിയ ഈ രക്തസാക്ഷിത്വം നടന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജനിച്ച തിമോത്തിയോസ് സഭയിലെ ഒരു വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളായിരുന്നു. വെറുമൊരു വായനക്കാരൻ എന്നതിലുപരി രാത്രികാലങ്ങളിൽ ഗ്രാമീണർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുക, പീഡനകാലത്ത് വിശുദ്ധ ഗ്രന്ഥങ്ങളും ആരാധനാക്രമ ഗ്രന്ഥങ്ങളും സ്വന്തം വീട്ടിൽ അതീവ രഹസ്യമായി കാത്തുസൂക്ഷിക്കുക എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നു. ക്രിസ്തുവർഷം 286 17 വയസ്സുകാരിയായ മൗറ എന്ന ഭക്തയായ പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ച് പ്രാർത്ഥനാ നിർഭരമായ ജീവിതം ആരംഭിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞ് 20-ാം ദിവസം തിമോത്തിയോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നും വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും റോമൻ അധികാരികൾക്ക് വിവരം ലഭിച്ചു. അധികാരികൾ തിമോത്തിയോസിനെ അറസ്റ്റ് ചെയ്യുകയും പുസ്തകങ്ങൾ വിട്ടുനൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു പിതാവ് തന്റെ ജന്മം നൽകിയ മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാത്തതുപോലെ എൻ്റെ ആത്മീയ മക്കളായ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെ നിങ്ങളുടെ അശുദ്ധമായ കൈകളിൽ ഞാൻ തരില്ല എന്നായിരുന്നു തിമോത്തിയോസിന്റെ മറുപടി. തുടർന്ന് അരിയൻ എന്ന ക്രൂരനായ ഗവർണറുടെ ഉത്തരവ് പ്രകാരം പീഡനങ്ങൾ ആരംഭിച്ചു. തിളച്ചുമറിഞ്ഞ ഇരുമ്പു കമ്പികൾ തിമോത്തിയോസിന്റെ കാതുകളിലേക്ക് അടിച്ചു കയറ്റി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയും കൺപോളകൾ അറുത്തുമാറ്റുകയും ചെയ്തു. കാലുകളിൽ വലിയ കല്ല് കെട്ടി തലകീഴായി കെട്ടിത്തൂക്കി. എന്നിട്ടും അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നിനക്ക് മുന്നിലുള്ള പീഡനമുറകൾ നീ കാണുന്നില്ലേ എന്ന് ചോദിച്ച ഗവർണറോട്, എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ മാലാഖമാരെ നിങ്ങൾ കാണുന്നില്ലേ എന്നായിരുന്നു തിമോത്തിയോസ് തിരിച്ചു ചോദിച്ചത്. ഭർത്താവിനെ സ്വന്തം നിലയ്ക്ക് മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗവർണർ വിവാഹം കഴിഞ്ഞ് 3 ആഴ്ച മാത്രം പിന്നിട്ട മൗറയെ വിളിപ്പിച്ചു. തങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ചും ഒന്നിച്ച് ജീവിക്കേണ്ട സുഖലോലുപമായ ജീവിതത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ഭർത്താവിനെ അനുനയിപ്പിക്കാൻ ഗവർണർ അവളോട് ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ ഭർത്താവിന് തകർന്ന ശരീരം കണ്ട് തളർന്നുപോയ മൗറയോട് തിമോത്തിയോസ് ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയായ നീ എന്നെ വിശ്വാസം ത്യജിക്കാൻ പ്രേരിപ്പിക്കുകയോ താൽക്കാലികമായി ഈ ഭൂമിയിലെ ജീവിതത്തിനു വേണ്ടി നരകാഗ്നിയിലേക്ക് എന്നെ തള്ളിവിടുകയാണോ നിന്റെ സ്നേഹം? ഈ വാക്കുകൾ മൗറയുടെ കണ്ണു തുറപ്പിച്ചു. അവൾ ശക്തമായി പശ്ചാത്തപിക്കുകയും താനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ അധികാരികൾ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളുടെ തലമുടി പിഴുതെടുക്കുകയും വിരലുകൾ അറുത്തുമാറ്റുകയും ചെയ്തു. തിളച്ച വെള്ളത്തിൽ മുക്കിയെങ്കിലും അത്ഭുതകരമായി അവൾക്ക് യാതൊരു പരിക്കുമേറ്റില്ല. മൗറയ്ക്ക് സംഭവിച്ച അത്ഭുതം കണ്ടെങ്കിലും ക്രൂരത കൈവെടിയാത്ത ഗവർണർ രണ്ടുപേരെയും കുരിശിലേറ്റാൻ ഉത്തരവിട്ടു. റോമാക്കാരായ ജനങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം നോക്കത്തക്ക രീതിയിലാണ് 2 കുരിശുകൾ സ്ഥാപിച്ചത്. നീണ്ട 10 ദിവസങ്ങളാണ് ആ ദമ്പതികൾ കുരിശിൽ കിടന്നത്. വേദന കഠിനമാകുമ്പോഴും അവർ പരസ്പരം നോക്കി സ്തുതിഗീതങ്ങൾ ആലപിച്ചു. യേശുവിന്റെ കഷ്ടപ്പാടുകൾ ഓർമ്മിച്ചു. ഒടുവിൽ അവർ ഒന്നിച്ച് സ്വർഗീയ മണവറയിലേക്ക് യാത്രയായി. ഈ യുവദമ്പതികളുടെ അളവറ്റ വിശ്വാസവും സന്തോഷവും കണ്ട് പീഡകനായ ഗവർണർ അരിയന്റെ ഹൃദയം പിൽക്കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടു. അദ്ദേഹം പിന്നീട് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു. കിഴക്കൻ സഭകളിൽ അദ്ദേഹം ഇന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അരിയനായി വണങ്ങപ്പെടുന്നു. ഭൂമിയിൽ വെറും 1 മാസം മാത്രം ദാമ്പത്യം നയിച്ച വിശുദ്ധ തിമോത്തിയോസും മൗറയും ക്രിസ്തീയ വിവാഹ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പരസ്പരം വിശുദ്ധിയിലേക്ക് നയിക്കലാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. മെയ് 3-നാണ് സഭ ഇവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്.